ടെക്നോ പാർക്കും നഗരവികസനവും ഗ്രാമീണ പ്രശ്നങ്ങളും എല്ലാം ഒത്തുചേരുന്ന മണ്ഡലമായ കഴക്കൂട്ടത്ത് ഇക്കുറി ത്രികോണ പോര് കടുക്കുകയാണ്. വികസന തുടർച്ചയെന്ന മുദ്രാവാക്യം മുന്നോട്ടുവെച്ചാണ് ഇടത് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് തേടുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF ഒരുങ്ങുമ്പോൾ അട്ടിമറി ജയമാണ് NDAയുടെ പ്രതീക്ഷ. സംസ്ഥാനത്ത് ശ്രദ്ധേയമായ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. ഓരോ മുന്നണികളും അവരുടേതായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു. എന്നാൽ സംസ്ഥാനത്തെ പ്രധാന IT ഹബ്ബായ മണ്ഡലത്തിൽ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട വികസനങ്ങൾക്കൊപ്പം തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഉൾപ്പെടെ സജീവമായി ഇടപെടാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ഇടതു സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മൂന്നാം അംഗത്തിന് ഇറങ്ങുന്നത്. വികസന തുടർച്ച ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നതാണ് പ്രതീക്ഷ. വളരെ നല്ല നിലയിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. കാരണം 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഒരു ഭാഗത്ത്, ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത്, പിന്നെ ഈ മണ്ഡലവുമായി MLA എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം മൂന്നാമത്തെ ഫാക്ടറാണ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേക്ക് നിശ്ചയമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. AK ആന്റണിയും MV രാഘവനും അടക്കമുള്ള UDFിലെ പ്രമുഖരെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. എന്നാൽ പിന്നീട് കൈമോശം വന്നുപോയ ജനപിന്തുണ തിരിച്ചുപിടിക്കാൻ ഉറച്ചാണ് UDF സ്ഥാനാർത്ഥി ശരത് ചന്ദ്ര പ്രസാദ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. നിലവിലെ ട്രെൻഡ് UDFന് അനുകൂലമാണ്. ഈ മണ്ഡലം കോൺഗ്രസിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ്. വളരെ ശക്തമായ ബേസ് ഉള്ള ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന് ഈ നിയോജകമണ്ഡലത്തിലെ ഭൂരിപക്ഷം ആളുകളും വോട്ട് ചെയ്യും എന്ന് ആളുകളുടെ പ്രകടനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആളുകളുടെ ചില പ്രയോഗങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് ബോധ്യമാവുന്നു. NDAയും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് കഴക്കൂട്ടത്ത്. എന്നാൽ 7 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും V മുരളീധരൻ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന ജനങ്ങളുടെ വിമർശനം BJPക്ക് തിരിച്ചടിയാണ്. പ്രചരണം അവസാന ലാപ്പിലെത്തുമ്പോൾ LDF മേൽക്കൈ നേടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. രാജ്യത്താദ്യമായി ഒരു IT പാർക്ക് സ്ഥാപിതമായ നഗരമാണ് കഴക്കൂട്ടം. EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിൻ്റെ കാലത്ത്. തുടർന്ന് ഇങ്ങോട്ടും IT മേഖലയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇടതു സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ്റെ ആത്മവിശ്വാസം. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് മറ്റ് മുന്നണികൾ. ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.